പൊന്നാനി നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി തെരുവുനായ്ക്കളെ വന്ധീകരിക്കാൻ തീരുമാനമായി. ഒരു ദിവസം 10 നായ്ക്കളെ വീതം വന്ധീകരിക്കുന്ന തരത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ 400 തെരുവുനായ്ക്കളെ വന്ധീകരിക്കുകയാണ് ലക്ഷ്യം. കൂടാതെ വന്ധീകരിച്ച തെരുവുനായ്ക്കളുടെ പ്രാഥമിക പരിചരണം ഉറപ്പുവരുത്താനുള്ള ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനും തീരുമാനിച്ചു. 15 സെന്റ് സ്ഥലമാണ് ഇതിന് ആവശ്യമായി വരിക. നഗരസഭാ പരിധിയിൽ തന്നെ സ്ഥലം കണ്ടെത്തുന്നതിന് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. വന്ധീകരിക്കുന്ന നായ്ക്കളെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന തുടർ പദ്ധതിക്കാണ് തുടക്കമാവുന്നത്. പൊന്നാനി നഗരസഭയിൽ നേരത്തെ തെരുവുനായ്ക്കളെ വന്ധീകരിക്കുന്ന പ്രവർത്തികൾ നടന്നിരുന്നെങ്കിലും ദിവസങ്ങൾക്കകം തുടർച്ചയില്ലാതായതോടെ വീണ്ടും തെരുവുനായ്ക്കൾ തെരുവുകളിൽ വിഹരിക്കുകയായിരുന്നു. ഇതിന് പരിഹാരം കാണാനാണ് തുടർ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഒരു നായയാണ് 8 പേരെ കടിച്ചത്. ആ നായയെ മണിക്കൂറുകൾക്കകം പിടിക്കപ്പെടാൻ നമ്മുടെ ഭരണസമിതി അംഗങ്ങളുടെയും ആരോഗ്യ വിഭാഗത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം സഹകരണത്തോടെ കഴിഞ്ഞു. അന്ന് തന്നെ ഇതിനെന്ത് ചെയ്യാൻ, ഇതിനുള്ള ശാശ്വതമായ പരിഹാരം എന്ത് എന്ന രീതിയിൽ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ അടിയന്തര കൗൺസിൽ യോഗത്തിൽ ഇതിനു വേണ്ടിയുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ആ മോണിറ്ററിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേർന്നു. മൃഗാശുപത്രിയിലെ വിദഗ്ധരായ ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ആ യോഗം. അപ്പോൾ അതിനകത്ത് പോർട്ടബിൾ ABC ആണ് വിജയകരമെന്ന് ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് അത് പൊന്നാനിയിൽ നടപ്പിലാക്കണം എന്നതാണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പൊന്നാനിയിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നതാണ് ആദ്യ തീരുമാനം. 45 ദിവസമാണ് പിടിക്കപ്പെടുന്ന നായകളെ വന്ധീകരിക്കാനുള്ള ഈ കണ്ടെത്തിയ സ്ഥലത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്ഥലം പരിശോധിക്കാനും ആവശ്യമായ നടപടികളും സ്വീകരിക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.